നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. സിക്സ് ഓഫ് സോഡ്സ് എനർജിയാണ്. നിങ്ങളിപ്പം ഇവിടെ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. രണ്ടുപേരും ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ രണ്ടുപേരും പ്രശ്നങ്ങളിലോട്ട് ഫോക്കസ്ഡ് ആണ്. നിങ്ങളെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളോട്ടാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അവരെന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അവരെന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്തല്ലോ, ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് അവരുടെ ഭാഗത്തുനിന്ന് ക്രിയേറ്റഡ് ആയല്ലോ എന്നുള്ള രീതിയിൽ ആ ഒരു പ്രശ്നത്തിലോട്ട് ഫോക്കസ് ചെയ്ത് ഒരു നടുകടലിൽ പെട്ട പോലെ കണ്ടോ, അത്രയും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മാനസികമായിട്ടെന്ന് കാണിക്കുന്നത്. എന്ത് ചെയ്യണം, റിലേഷൻ ചൂസ് ചെയ്യണോ അതോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആള് നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾക്ക് മുകളിലാണ് നിങ്ങളിപ്പോ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ ആളും അങ്ങനെ തന്നെയാണ്, പേഴ്സണും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അവരോട് ചെയ്ത പ്രവർത്തികളിലാണ് അവര് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേരുടെയും മിസ്റ്റേക്ക് കാണാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പ്രശ്നങ്ങൾ, അവര് നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പെയിൻ രണ്ടുപേരും അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. സെവൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇത്രയും കാലം ഇട്ട എഫേർട്ട് അതിന് യാതൊരു റിസൾട്ടും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയും കാലം എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിലേഷന് വേണ്ടി സ്ട്രഗിൾ ചെയ്തത്, ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തത് എന്തിനാണ്, അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടായില്ല എന്നുള്ള ഒരു നിരാശ നിങ്ങളുടെ പേഴ്സണൽ ഭയങ്കരമായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഫൈവ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഒറ്റപ്പെട്ട പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു പെട്ട് കിടക്കുന്ന അവസ്ഥ, അതായത് ഈ ഒരു കണക്ഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പെട്ടുപോയി, എനിക്ക് ഇവിടെ ഈ പേഴ്സന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻ വന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആകെ തകർന്നു പോയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ദ സ്റ്റാർ കാർഡാണ്. അതായത് അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. യൂണിവേഴ്സിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു നീതി ലഭിക്കും, ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തതല്ലേ, അപ്പോൾ യൂണിവേഴ്സ് എനിക്കൊരു വഴി കാണിക്കും എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ സറണ്ടർ ചെയ്തിട്ടുണ്ടായിരിക്കാം. യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് എന്തായാലും ഞാനത് സ്വീകരിച്ചോളാം എന്നുള്ള രീതിയിൽ നിങ്ങൾ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾ ആ ഒരു സറണ്ടർ ചെയ്തതിന്റെ റിസൾട്ട് മുന്നോട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുത്ത് എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിന്റെ കൈകളിലാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരുപാട് വറി ചെയ്യാതെ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സ്നേഹത്തോടെ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടും, ഈ റിലേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, ഇതിലൊരു റീസ്റ്റാർട്ട് മുന്നോട്ട് വേണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു അപ്രോച്ച് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ടെൻ ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലും പ്രോബ്ലംസ് ഉണ്ട്, അതിന്റെ പുറത്ത് റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂസും നിങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് മാനസികമായിട്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്ട്രഗിൾ സിറ്റുവേഷനെ നിങ്ങൾ മറികടക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ഈ പേഴ്സണുമായിട്ടുള്ള ഇഷ്യൂ വന്നപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളൊന്ന് വീക്കായി പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ടും നിങ്ങൾ യൂണിവേഴ്സിലോട്ട് ഈ കാര്യങ്ങളെല്ലാം സറണ്ടർ ചെയ്ത് നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ ഓക്കെ ആക്കി എടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാൻ തുടങ്ങി എന്നാണ് കാണിക്കുന്നത്. ടു ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങൾ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ്.
ഇനി ഈ റിലേഷൻ ചൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതായത് ഇത് ഇനി ചൂസ് ചെയ്താൽ ഓക്കെ ആവോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ പേഴ്സണ് കാണിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കംപ്ലീറ്റ്ലി ഈ റിലേഷൻ വിട്ട് കളയാൻ പറ്റില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ റിലേഷനിലോട്ട് തിരികെ വരുന്നതിന്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് മാത്രം. ക്യൂൻ ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം. ഇവിടെ ഒരു തേർഡ് പേഴ്സൺ സത്യം പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഒരു ഇഷ്യൂസ് ക്രിയേറ്റ് ആവുന്നതിന് കാരണമായിട്ടുണ്ട്. അവരുടെ ഒരു പ്രശ്നം ഈ നിങ്ങളുടെ റിലേഷനെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. 10 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവിടെ നിങ്ങളെ അവര് ഒരു ഫാമിലി ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് നിങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ കാണുന്നത്. അവർക്ക് ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എൻഡ് ആക്കുക എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നാണ് കാണിക്കുന്നത്. 8 ഓഫ് സോഴ്സ് എനർജിയാണ്. അവരിപ്പം മാനസികമായിട്ട് സ്റ്റക്കാണ്. നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നുണ്ട്, അവർക്ക് ഈ റിലേഷൻ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്താണ് മുന്നോട്ട് ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ അവര് ഡൗട്ട്ഫുള്ളി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പേജ് ഓഫ് കപ്സ് എനർജിയാണ്. അവര് തിരിച്ച് ഈ റിലേഷനിലോട്ട് വരും, നിങ്ങളെ സ്നേഹത്തോടെ അവര് സമീപിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പൊ മാറി നിൽക്കുന്നത് കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടും അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂസിന്റെ പേരിലും ആണ് എന്നാണ് കാണിക്കുന്നത്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരുപാട് മാറി നിൽക്കാൻ പറ്റില്ല, അവര് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ അവര് മറികടന്ന് റിലേഷനിലോട്ട് നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലോട്ട് തിരികെ വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഡാമേജ് എന്ന് കാണിക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്നില്ല. അതായത് രണ്ടുപേരും അവരവരുടെ അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്നോട് എന്ത് ചെയ്തു എന്നുള്ള പ്രശ്നത്തിലോട്ട് മാത്രം ഫോക്കസ്ഡ് ആണ്. അവിടെ ഞാൻ എന്ത് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ വന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അതായത് സ്വന്തം മിസ്റ്റേക്ക് മനസ്സിലാക്കാതെ ആണ് രണ്ടുപേരും നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഡാമേജ് ആയി പോയത് അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളോട്ട് ഇത് പോയത് എന്നാണ് കാണിക്കുന്നത്. സീക്രട്സ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് രണ്ടുപേരും പല കാര്യങ്ങളും തുറന്ന് ഷെയർ ചെയ്തിട്ടില്ല. എന്താണ് പല സീക്രട്ടുകളും അവരുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ചില സമയത്ത് അത് എന്തുകൊണ്ട് എന്നോട് തുറന്ന് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസിലൂടെ ഈ റിലേഷൻ പോയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ എന്നോട് ഓപ്പൺ അപ്പ് ആയിരുന്നില്ല എന്നുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ മുന്നോട്ട് ഇനി ഈ റിലേഷൻ നിങ്ങളുടെ പേഴ്സൺ വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. റിഗ്രറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് അകന്ന് നിന്നത് ശരിയായില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് രണ്ടുപേരും തമ്മിൽ വിഷമിക്കേണ്ട സിറ്റുവേഷൻസ് വന്നു എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ നിങ്ങളോട് അവര് ഒരു നെഗറ്റീവായ രീതിയിൽ സംസാരിച്ചു, നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായതിൽ അവര് വിഷമിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അവർക്ക് കുറ്റബോധം ഉണ്ടെന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് കാണിക്കുന്നത്. ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് വരും എന്നാണ് കാണിക്കുന്നത്. ലിസ്റ്റൻ ടു യുവർ ഇൻഡ്യൂഷൻ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും എന്താണ് നിങ്ങൾ ഇപ്പം റിലേഷനിൽ എടുക്കേണ്ട ഒരു സ്റ്റെപ്പ്, എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്നാണ് കാണിക്കുന്നത്. അതിന് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെഡിറ്റേഷനിലൂടെ പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ പി, പൂരം, പൂരട്ടാതി, 1996, ഉത്രം,
പുണർദം 1991, 2000, ലെറ്റർ W, ലെറ്റർ B 1992, 1994. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടം എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.